എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 7 ഡേയ്സിൻ്റെ ഡയറ്റിൻ്റെയും എക്സസൈസിൻ്റെയും ഒക്കെ തന്നെയുള്ള റിസൾട്ടാണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അത് കേവലം എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പകരം എന്തൊക്കെ ചേഞ്ചസ് ആണ് എനിക്ക് ഈ ഒരു ആഴ്ചയായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ്. ഞാൻ ഈ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് 4 നിർബന്ധങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, കുറച്ച് സമയമെടുത്ത് മാത്രമേ ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു 2-3 മാസം എടുത്ത് മാത്രമേ ഈ 12 kg വെയിറ്റ് ലോസിലേക്ക് ഞാൻ എത്തുന്നുള്ളൂ എന്നായിരുന്നു എൻ്റെ തീരുമാനം. അതായത് വേണമെങ്കിൽ നമുക്ക് 12 ദിവസം കൊണ്ട് 12 കിലോ കുറയ്ക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ലോസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗ്രാജ്വലി മാത്രമേ എൻ്റെ ഡയറ്റ് കൺട്രോൾ അഥവാ ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എപ്പോഴാണോ വെയിറ്റ് ലോസ് തുടങ്ങുന്നത് അന്ന് മുതൽ പെട്ടെന്നൊരു സഡനായിട്ട് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതായത് അരിയാഹാരം, ഗോതമ്പൊക്കെ പിന്നെ നമ്മൾ കഴിക്കുകയില്ല. അതേപോലെ ഷുഗർ കട്ട്, മധുരപലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഡയറ്റിൽ നല്ല രീതിയിൽ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വെയിറ്റ് ലോസിനോട് എനിക്ക് താല്പര്യമില്ല. അതിനർത്ഥം ഈ ഒരു രീതിയിലുള്ള വെയിറ്റ് ലോസ് മോശമാണെന്നോ ചീത്തയാണെന്നോ ഒന്നുമല്ല. പേഴ്സണലി ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് രീതി അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത്രമാത്രം. മൂന്നാമത്തെ കാര്യം, മനസ്സിന് ഒത്തിരി സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യില്ല. അതായത് ഞാൻ മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാകുന്ന രീതിയിൽ മാത്രമേ ഈ വെയിറ്റ് ലോസ് ചെയ്യുള്ളൂ. പലപ്പോഴും നമുക്ക് നല്ല രീതിയിലൊരു ഷുഗർ ക്രേവിങ് വരുന്ന സമയത്ത് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരൊന്നും തന്നെ മധുരം കഴിക്കില്ല, പകരം കഷ്ടപ്പെട്ട് സഹിച്ച് നിന്നിട്ട് ആ വെയിറ്റ് ലോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ഞാൻ ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെടുന്നത് മധുരം എനിക്ക് നല്ല രീതിയിൽ കഴിക്കണം എന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി മധുരം കഴിക്കും. അതേപോലെ തന്നെ എനിക്കൊരു ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു ജങ്ക് ഫുഡ് കഴിക്കും. പക്ഷേ അമിതമായി കഴിക്കുമെന്നല്ല അർത്ഥം, ലിമിറ്റ് ചെയ്തിട്ട് കഴിക്കും. ഇനി കഴിച്ചാൽ തന്നെയോ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു നേരം മധുരം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കുറച്ചുകൂടി ക്രമീകരണങ്ങൾ കൊണ്ടുവരണം. ആ ഒരു രീതിയിലാണ് വെയിറ്റ് ലോസിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അവസാനത്തെ കാര്യം എക്സസൈസാണ്. ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളെടുത്ത് ചില പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എക്സസൈസ് അവർക്ക് അഡ്വൈസ് ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഞാൻ വണ്ണമൊന്നുള്ള ആളല്ലല്ലോ, പിന്നെ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, എക്സസൈസിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മസിലുകൾക്കും പേശികൾക്കൊക്കെ ബലം വയ്ക്കാനും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മെറ്റബോളിസത്തിനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും ഓരോ സെല്ലുകളെ എനർജറ്റിക് ആയിട്ട് നിലനിർത്താനും ഒക്കെ തന്നെ നമ്മൾ എക്സസൈസ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസൈസ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസ് ചെയ്യാതെ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളെ പേശികൾക്ക് ബലക്കുറവ് വരും, മസിലുകൾക്ക് ബലക്കുറവ് വരും, മറ്റ് പല ബുദ്ധിമുട്ടുകളും നമ്മളിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ തീരുമാനം എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യൂ എന്നുള്ളതാണ്. ഇനി ഈ ഒരു തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ആദ്യ ആഴ്ചയിലുള്ള നമ്മുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലൈമാക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 71.6 kg ആണ്. ഓക്കെ, ഇനി 8th ഡേ മോർണിംഗ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു വെയിറ്റ്. അപ്പോൾ കിട്ടിയ വെയിറ്റാണ് 68.6. അതായത് കറക്റ്റ് 3 കിലോ ആണ് എനിക്ക് കുറഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം അതിൽ സർപ്രൈസ്ഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പേഴ്സണലി എനിക്ക് ബോഡിയിൽ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് വന്നു തുടങ്ങിയതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഈ 1 കിലോ ഒക്കെ മാത്രമേ ഈ ഒരു ആഴ്ച കുറഞ്ഞിട്ടുണ്ടാവൂ എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഞാൻ വെയിറ്റ് കണ്ട് ഞെട്ടി. 3 കിലോ ആണ് ഞാൻ ഈ ഒരാഴ്ച കുറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് 3 കിലോ വെയിറ്റ് ലോസ്.
അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഡയറ്റ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷീണവും അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ മനസ്സ് ഒത്തിരി സ്ട്രെസ്ഡ് അല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട്. 1-2 ദിവസമാണ് സ്കിപ്പ് ആയതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളിലും ചോറ് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളത്. പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്, ദോശ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ അരി ആഹാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം പറയുകയാണെങ്കിൽ സദ്യയും പായസവും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ നമ്മൾ കഴിച്ചിട്ടും നമുക്ക് ഇത്രയധികം വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഡയറ്റ് മാത്രമല്ല എക്സസൈസും കൂടിയാണ്. ഇനി ഈ വെയിറ്റ് ലോസിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം എനിക്ക് വന്നിട്ടുള്ള മാറ്റം, സാധാരണ കുറച്ചൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന എനിക്ക് വെയിറ്റ് ലോസ് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നല്ല രീതിയിൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ 7 ഡേയ്സും ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇടയ്ക്ക് ഒരു തലവേദന, ഒരു ക്ഷീണമൊക്കെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ഒരു 7 ഡേയ്സും അങ്ങനെ ഒരു ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഇടയ്ക്കൊക്കെ എനിക്കൊരു ബ്ലോട്ടിങ് പോലെയും ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 7 ഡേയ്സും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് സമയത്തിനല്ലാതെ നമ്മൾ നോർമലി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് കഴിക്കും. ഇതല്ലാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബോറടിച്ചാലൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കും. മഞ്ചിങ്, വെറുതെ ഇരുന്ന് ഇങ്ങനെ ചവച്ച് തിന്നുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ഈ ഒരു ബ്ലോട്ടിങ്ങിനൊക്കെ കാരണമായിട്ടുള്ളത്. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ആ ഒരു രീതിയിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസിലേക്ക് വന്ന സമയത്ത് കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇടയ്ക്കൊന്നും നമ്മൾ വെറുതെ കുറിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡൈജഷൻ നടക്കുന്നുണ്ട്. എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലതായിട്ട് മാറിക്കിട്ടി ഈ ഒരു സമയത്ത്. പിന്നീട് പറയേണ്ട ഒരു കാര്യം, കഴുത്തിനുണ്ടായിരുന്ന ഒരു സ്റ്റിഫ്നെസ് ആണ്. എനിക്ക് മിക്ക ദിവസങ്ങളിലും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തലേണയൊക്കെ മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ തന്നെ എനിക്ക് കഴുത്തിന് ചെറുതായിട്ടൊരു സ്റ്റിഫ്നെസ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ബോഡി ഫ്ലെക്സിബിലിറ്റി. ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരുന്നു. കുനിയുന്ന സമയത്തും അതുപോലെ തന്നെ പല പൊസിഷനിൽ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 7 ഡേയ്സ് എക്സസൈസ് ചെയ്ത ശേഷം എനിക്ക് നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി റീഗെയിൻ ചെയ്തെടുത്തു. ഞാൻ നന്നായിട്ട് ഇപ്പോൾ കുനിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില ബെൻഡിങ്സ് ഒന്നും ബുദ്ധിമുട്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടക്സിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഫാറ്റ് ഡെപ്പോസിഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ട് ആ ഭാഗങ്ങളൊക്കെ നല്ല ഒതുക്കം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നത്. എന്തായാലും നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു 7 ഡേയ്സ് ഉപകാരപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. പതിപോലെ രാവിലെ എഴുന്നേറ്റു, നേരെ പോയി 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. ഇന്ന് ഞാൻ 35 മിനിറ്റ് ആക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് തിരക്ക് പിടിച്ച സമയമായിരുന്നു. അതുകൊണ്ട് 30 മിനിറ്റ് മാത്രമേ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നേരെ 9 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ എടുത്തത് കടല പുഴുങ്ങിയതും സ്വീറ്റ് കോൺ പുഴുങ്ങിയതുമാണ്. പക്ഷേ 21 തവണ കടല ചവച്ചരച്ച് കഴിച്ചപ്പോഴേക്കും വിശപ്പ് മാറി. അതുകൊണ്ട് സ്വീറ്റ് കോൺ കഴിച്ചില്ല. 11 മണിയായപ്പോൾ പോയി ഒരു വിത്തൗട്ട് ചായ കുടിച്ചു. ഉച്ചയ്ക്ക് കോളേജിൽ ഓണസദ്യ ആയിരുന്നു. കൂടെ കുറച്ച് പായസവും കുടിച്ചു. വൈകിട്ട് വന്ന് ഒരു ഓറഞ്ചും 3 ഡേറ്റ്സും 5 ബദാമും കഴിച്ചു. ഇന്ന് വൈകിട്ട് എക്സസൈസും ചെയ്തില്ല. ഇന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് 5 മണിയായപ്പോൾ ഡിന്നർ കഴിച്ചു. ഡിന്നറിന് എടുത്തത് ഒരു ഓംലെറ്റും കടല പുഴുങ്ങിയതും 2 ചെറുപഴവുമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.